ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഹൈക്കോടതി വിധി മറികടന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം നടത്തുന്ന വിമർശനമുയർന്നു. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകാൻ വഴിവിട്ട നീക്കം നടക്കുന്നതായാണ് ആരോപണം. ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായതോടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നുമാണ് ജൂൺ 13 അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത്. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നു. 59 പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത്. ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത്. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ മാസം ടി.പി. കേസ് പ്രതികളായ മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്ക് പരോളും അനുവദിച്ചിരുന്നു. സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നുവെന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ. രമ എം.എൽ.എ. പ്രതികരിച്ചു. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാരെന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ് കോടതി അലക്ഷ്യമാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രമ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം ആത്മഹത്യാപരമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. തീരുമാനം കേരളം ഒന്നടങ്കം എതിർക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം നിയമത്തിന് മുകളിലൂടെ പറക്കാനുള്ള ശ്രമമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.